ഇന്ന് നമുക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിലെ പെർമ്യൂട്ടേഷനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. അതിന് മുന്നേ തന്നെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്, അറേഞ്ച്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിലാണെങ്കിൽ പോലും അറേഞ്ച്മെൻറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പെർമ്യൂട്ടേഷൻ. ഓക്കെ, ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ എന്താ നോക്കാം. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് by taking some or all the items are called permutation of those items. കുറച്ച് ഐറ്റത്തിൻ്റെ ചിലപ്പോൾ മൊത്തമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഐറ്റംസ് എടുത്തതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് അറേഞ്ച്മെൻറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വേർഡ് ആണെങ്കിൽ ലെറ്റർ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ ഒരു ഷെയർസ് ആണെങ്കിൽ ഷെയർ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പെർമ്യൂട്ടേഷനിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ എത്ര തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, വെൻ there are n items, okay, and we made arrangements of taking r at a time, we get npr arrangement. npr എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെൻറ്റ്സ് ആണ് npr. ഓക്കെ, അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്, r എന്ന് പറയുന്നത് എത്ര ഐറ്റംസ് ആണ് അറേഞ്ച്മെൻറ്റിന് വേണ്ടി അറ്റ് എ ടൈം എടുക്കുന്നത്, അതാണ് r എന്ന് പറയുന്നത്. ഇനി npr കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് npr ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ, ആർ എന്ന് പറയുന്നത് അറ്റ് എ ടൈം എത്ര ഐറ്റംസ് ആണ് എടുക്കുന്നത്. പിന്നെ ഫാക്ടോറിയൽ, ഇപ്പോൾ ഈ ബോക്സിലിട്ടതാണ് ഈ ഫാക്ടോറിയലിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 2 × 1. ഓക്കെ, ഇനി 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 3 × 2 × 1 ദാറ്റ് ഈസ് 6. അപ്പോൾ ഇനി 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 4 × 3 × 2 × 1 24. ഈ രീതിയിലാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ പി ആർ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷനാണ് എൻ പി ആർ ഈസ് ഇക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അതിൽ ഫാക്ടോറിയലിൻ്റെ സിമ്പിളാണത്. അതേപോലെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി ഇഫ് ദ ഓർഡർ ഡസ് മാറ്റർ ഇറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ പെർമ്യൂട്ടേഷനാണ്. ഓർഡർ അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പെർമ്യൂട്ടേഷനാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്ന് മാനുവലായിട്ട് നോക്കാം. എ ബി സി എന്ന് പറയുന്ന 3 വിത്തൗട്ട് ഫോർമുല യൂസ് ചെയ്യാൻ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നോക്കാം. എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ് നമുക്ക് എ ബി സിയെ എ ബി സി, എ സി ബി, ബി എ സി, ബി സി എ, സി എ ബി, സി ബി എ 6 രീതിയിൽ നമുക്ക് എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് പെർമ്യൂട്ടേഷൻ വഴി, ഇപ്പോൾ ഒരു 3 ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, എഴുതിച്ച് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതന്നെ നമുക്ക് എങ്ങനെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ എൻ എന്ന് പറയുന്നത് 3 ആണ്. 3 ലെറ്റേഴ്സാണ് ചെയ്യുന്നത്. 3 ലെറ്റേഴ്സ് അറ്റ് എ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ആറും 3 ആണ്, എന്നും 3 ആണ്. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എൻ പി ആർ ഈസ് ഇക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ മീൻസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. 3 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ആണ് നമുക്ക് ഫൈനലായിട്ട് വരിക. 3 ഫാക്ടോറിയൽ മീൻസ് 3 × 2 × 1 ദാറ്റ് ഈസ് 6. അപ്പോൾ നമുക്കിവിടെ മാനുവലി ചെയ്തപ്പോഴും 6 തന്നെയാണ് കിട്ടിയത്. ഇത് ഫോർമുലയിൽ അപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് 6 ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിനൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹൗ മെനി വേസ് ക്യാൻ 8 സ്റ്റുഡൻസ് ബി സീറ്റഡ് ഇൻ എ റോ ഓഫ് 6 ചെയർസ്? 8 സ്റ്റുഡൻസിന് 6 ചെയറിൽ എത്ര രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ്, ദാറ്റ് ഈസ് 8. എൻ എന്ന് പറയുന്നത് 8 ആണ്. ഇനി വേണ്ടത് 6 ആണ്. 6 എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 ചെയർസ് ആണ്. അപ്പോൾ 6 ഈസ് ഇക്വൽ ടു 6. ഇനി ഇക്വേഷൻ നോക്കാം. പെർമ്യൂട്ടേഷൻ ഇക്വേഷനാണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. n means 8 factorial divided by 8 minus 6 factorial, that is 8 factorial divided by 8 minus 6 2, that is 8 factorial divided by 2 factorial. 8 factorial means 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 divided by 2 into 1 2. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 20,160. അപ്പോൾ ഇത്ര രീതിയിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ രീതിയിലാണിത് പെർമ്യൂട്ടേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് രാജേഷ്? രാജേഷ് എന്ന് പറയുന്നൊരു വേർഡിൽ നിന്ന് നമുക്ക് എത്ര ലെറ്റേഴ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എത്ര
രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം, ഈ രാജേഷ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? രാജേഷ് എന്ന് പറയുന്ന പേരിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. എൻ എന്ന് പറയുന്നത് 6 ആണ്. മൊത്തം ലെറ്റേഴ്സിനെ എടുക്കുന്നത്, എന്നിട്ടാണ് ഇത് അത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നതും 6 ആണ്. എൻ 6, ആർ ഈസ് ഓൾസോ 6. ആൻഡ് ഇക്വേഷൻ NPR is equal to n factorial divided by n minus r factorial. That is 6 factorial divided by 6 minus 6 factorial. That is 6 factorial. 6 minus 6 is 0. Then balance വരുന്നത് 6 factorial. 6 factorial means 6 into 5 into 4 into 3 into 2 into 1. We'll get 720. അപ്പോൾ നമുക്ക് 720 വേസിൽ നമുക്ക് ഈ ലെറ്റേഴ്സ് വെച്ച് ഈ വേർഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ വരുന്നത്. ഇനി ഈ രാജേഷ് എന്ന് പറയുന്ന വേർഡിലൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇല്ല. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് ഒരു പ്രോബ്ലത്തിൽ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നൊരു വേർഡിൽ എത്ര രീതിയിലായിരുന്നു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നൊരു വേർഡിനെ? ഇപ്പോൾ രാജേഷ് എന്ന് പറയുന്നൊരു വേർഡിനെ നമ്മൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയത്. പക്ഷേ ആ വേർഡിൽ ഒരു റിപ്പീറ്റഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിൽ ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആണ്. ആ സമയത്ത് നമുക്ക് എങ്ങനെ പെർമ്യൂട്ടേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ ആണ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ ഇൻറ്റു p3 p4 എക്സെട്ര. എത്ര വേർഡാണോ ഇപ്പോൾ ഈ p1 p2 എന്ന് പറയുന്നത് ആ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ ഫോർമുല എന്ന് പറയുന്നത്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 എക്സെട്ര. എത്രയാണോ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ആദ്യം നമുക്ക് ഇൻഡിപെൻഡൻസിൽ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന്. അതിൽ n റിപ്പീറ്റ് ചെയ്യുന്നത് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ E എന്ന് പറയുന്നത് 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. D 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. I 1 ടൈം, P 1 ടൈം ആൻഡ് C എന്ന് പറയുന്നത് 1 ടൈം. ഇപ്പോൾ N 3 ടൈംസ്, 4 E 4 ടൈംസ്, D 2 ടൈംസ്, I P C ഈ 3 എണ്ണം ഒറ്റ ടൈം മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി P1 P2 P3 നോക്കാം. P1 3 ഫാക്ടോറിയൽ, P2 ഇയുടെ നമുക്കെടുക്കാം 4 ഫാക്ടോറിയൽ, D റിപ്പീറ്റ് ചെയ്യുന്ന P3 2 ആണ് വരുന്നത്. ഇപ്പോൾ 3 4 2 ആണ് നമുക്ക് കിട്ടിയത്. ബാക്കിയുള്ള നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കിയുള്ള 1ൻ്റെ ഒക്കെ എന്താണ് 1 ഫാക്ടോറിയലാണ് വരുന്നത്. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. നമ്മൾ ഏത് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1 ആണ് വരുന്നത്. അപ്പോൾ 1ൻ്റെ എടുക്കേണ്ട 2 മുതൽ റിപ്പീറ്റ് ചെയ്യുന്ന എടുക്കാം. ഇപ്പോൾ N 3 ടൈംസ്, E 4 ടൈംസ്, P3 D 2 ടൈംസ്. അപ്പോൾ നമ്മളത് എഴുതി. ആൻഡ് N എന്ന് പറയുന്നത് 12 ആണ്. ടോട്ടൽ ലെറ്റേഴ്സ് 12 ആണ്. ഇൻഡിപെൻഡൻസിൽ ടോട്ടൽ 12 ലെറ്റേഴ്സ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 12 ലെറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് ഓരോ ലെറ്ററും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. P1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന N-നെയാണ്. N 3 തവണ. P2 E എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് 4 ടൈംസ്. P3 D എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് ദാറ്റ് ഈസ് 2 ടൈംസ്. ഇനി ഇക്വേഷനിൽ കൊടുക്കാം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ P2 ഫാക്ടോറിയൽ ഇൻറ്റു P3 ഫാക്ടോറിയൽ. P1 P2 P3യുടെ ഫാക്ടോറിയൽ ചെയ്യാം. അപ്പോൾ n ഫാക്ടോറിയൽ മീൻസ് 12 ഫാക്ടോറിയൽ. ടോട്ടൽ 12 ലെറ്റേഴ്സാണ് ഇൻഡിപെൻഡൻസിലുള്ളത്. 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. n റിപ്പീറ്റ് ചെയ്ത് 3 ടൈംസ് ആണ്. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു റിപ്പീറ്റ് ചെയ്ത് 4 ടൈംസ് ആണ്. 4 ഫാക്ടോറിയൽ ഇൻറ്റു D റിപ്പീറ്റ് ചെയ്ത് 2 ടൈംസ് ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 12 ഫാക്ടോറിയൽ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ആൻഡ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 2 ഇൻറ്റു 1. ഇത് ചെയ്യുന്ന സമയത്ത് 16,63,200 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്ര രീതിയിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് റിപ്പീറ്റ് ചെയ്യുന്ന P1 P2 മോർ ദാൻ 2 ടൈംസ് അല്ലെങ്കിൽ 2 അതിലധികമോ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് മാത്രം എഴുതി P1 P2 P3. ഇവിടെ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. മോർ ദാൻ 2 2 അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് 3 എണ്ണം. അതുകൊണ്ടാണ് P1 P2 P3 എടുത്തിരിക്കുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ എടുക്കാം. നമുക്ക് ചെയ്യേണ്ടത് പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 16,63,200 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷനിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. പെർമ്യൂട്ടേഷൻ ഫസ്റ്റ് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു ഈസി മെത്തേഡാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഓർഡറോ അറേഞ്ച്മെൻറ്റോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെർമ്യൂട്ടേഷൻ ആണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം.